ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ തോട് കാണാൻ പോവാം കേട്ടോ. ഇപ്പോൾ കുറച്ച് മഴ പെയ്തപ്പോൾ തോട്ടിൽ കുറേശ്ശെ വെള്ളം വന്നിട്ടുണ്ട്. എല്ലാവരും പറയില്ലേ പുതുക്കിന് മഴ പെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ തോട്ടിൽ. അപ്പോൾ നിങ്ങൾക്കും നമ്മൾ തോട് കാണാൻ പോകുന്നപ്പം നിങ്ങൾക്കും തോട് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് തോട് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ തോട്ടിൽ ഇങ്ങനെ പുതുക്കിന് മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് മീൻ പിടിക്കാനുള്ളൊരു ഐഡിയ ഉണ്ട് കേട്ടോ. ഇങ്ങനൊരു ശീല കെട്ടിയിട്ട് മീൻ പിടിക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ ഞങ്ങളിവിടെ എല്ലാവർക്കും. എന്നിട്ട് ഇങ്ങനെ കുറച്ച് പുല്ലും അതിലേക്ക് ഇടുക. എന്നാൽ മീൻ അതിലേക്ക് ഇട്ടാൽ പുറത്തേക്ക് ചാടാതിരിക്കാൻ അങ്ങനെ കുറച്ച് പുല്ലും അതിലിട്ട് വെക്കും. അങ്ങനെ ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നതായിരുന്നു. അപ്പോൾ ഷിഫമോളും ഒക്കെ കൂടെ അപ്പം പോന്നിരുന്നു. അപ്പോൾ അവരൊക്കെ തോട്ടിൽ വെള്ളത്തിൽ കളിക്കുകയാണ് കേട്ടോ. തോട്ടിൽ വെള്ളത്തിൽ ഇറങ്ങണ്ട പറഞ്ഞിട്ട് അവർ കേൾക്കാതെ വെള്ളത്തിലിറങ്ങി. അപ്പോൾ തോട്ടിൽ വീഴാണ് കേട്ടോ അവൾ. കാരണം മതിൽ തോടിൻ്റെ രണ്ട് സൈഡും മതിൽ കെട്ടിയിട്ട് അവിടുത്തെ കല്ല് ഒക്കെ തോട്ടിക്ക് മറിഞ്ഞ് വീണിട്ടുണ്ട്, മതിൽ പൊളിഞ്ഞ് വീണിട്ടുണ്ട്. അപ്പോൾ അതിൽ കല്ലുകൾ തട്ടിത്തടഞ്ഞ് വീഴുകയാണ് അവർ തോട്ടിൽ. അങ്ങനെ ഇവരൊക്കെ മീനുണ്ടോ നോക്കാൻ അവിടെ വല കെട്ടിയ അവിടേക്ക് അതിലൊക്കെ മീനുണ്ടോ നോക്കുകയാണ്. പക്ഷെ അതിലൊക്കെ മീനുണ്ട്, പക്ഷെ അവർക്ക് അതിന് എടുക്കാൻ കഴിയില്ല. അപ്പം അവർ അതിലൊക്കെ മീനുണ്ടോ നോക്കി അവർ പോരുകയാണ്, മീനിനെ കണ്ട് പോരുകയാണ്. കുറേശ്ശെ മീനുള്ളൂ. കുറേ ആൾക്കാർ എല്ലാവരും കുറേശ്ശെ എല്ലാവരും കൊണ്ടുപോകാറുണ്ട് ഇവിടുന്ന് മീൻ പിടിച്ച് കണ്ട്. ഈ കാലമായ എല്ലാവരും മീൻ ഇങ്ങനെ കെട്ടിയിട്ട് പിടിക്കാറുണ്ട്. അത്യാവശ്യം മീൻ കിട്ടുകയും ചെയ്യും കേട്ടോ. 1 കിലോനും 2 കിലോനൊക്കെ മീൻ കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെ കിട്ടിയാൽ. എന്നിട്ട് അങ്ങനെ എന്താക്കണം മീൻ കണ്ടോ, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയാണ് മീൻ അതിലുണ്ടാകുക. അതിലേക്ക് പുല്ല് ഇട്ട് വെക്കലാണ്. അല്ലെങ്കിൽ മീൻ ഇതേപോലെ കയറി നേരക്കന്നെ പോരുന്നതിന് അതിൽ പുല്ലിട്ട് വെക്കും കേട്ടോ. അങ്ങനെ കണ്ടോ, പുല്ലിട്ട് വെച്ചാൽ അവർക്ക് മീൻ ഇങ്ങോട്ട് കയറി പോരാൻ കഴിയില്ല. അപ്പം അതിൽ കുടുങ്ങി നിൽക്കാനാണ് അങ്ങനെ പുല്ലയിലിട്ട് വെച്ചിട്ടുള്ളത്. കേട്ടോ മീൻ അങ്ങനെ കുറേ ഉണ്ടാവും. ഞങ്ങളിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ മീൻ കുറച്ച് കുറവാണ്, മറ്റേ കുറേ ഉണ്ടാവും മീൻ. പിന്നെ ഉണ്ടോ ഞങ്ങളത്തോടൊക്കെ പൊളിഞ്ഞ് കാണുന്നു. അങ്ങനെ ഞങ്ങൾ മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. ഇതാട്ടോ എനിക്കിന്ന് നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ ടൈമിൽ കിട്ടിയ മീൻ.